ഞാനിതാ അച്ഛന് കൊടുക്ക. നീ ഒന്ന് സമാധാനപ്പെടേണ്ട കുഞ്ഞെ. എന്താ 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 അതാ മോളിതാ വിളിച്ചു. ആരാ ടീച്ചർ എന്താ വഴക്ക് പറഞ്ഞത്? എന്തേ എന്തേ മോളെ? ഏ ഏ എന്താണ് ഫീസാ? അത് അച്ഛൻ ഇന്നലെ പറഞ്ഞില്ലേ മോളെ, 2 ദിവസത്തിന്റെ ഉള്ളിൽ കൊടുക്കാന്ന്. എന്താ ഇപ്പൊ പെട്ടെന്ന് എന്താ എന്നിട്ട്? ഏ ടീച്ചർ എവിടെ എന്നിട്ട്? ഈ എന്തിനാ കരയണേ? കരയല്ലേ കരയല്ലേ, അത് കൊടുക്ക ഫീസ് കൊടുക്കട്ടാ. അതും ബേജാറാവണ്ട. ടീച്ചർ ഈ എവിടെ, സ്കൂളിന്റെ പുറത്താ? ഏ അവിടെ ഒറ്റയ്ക്കൊന്നും ഇരിക്കണ്ട, ക്ലാസ്സിൽ പോയിരുന്നോ? ഞാൻ ടീച്ചറെ വിളിച്ച് പറഞ്ഞോളാം. അല്ലെങ്കിൽ അവിടെ പോയിട്ട് ടീച്ചറോടൊന്ന് എന്നെ വിളിക്കാൻ വേണ്ടി പറയും. ഏ അപ്പൊ അണക്കൊന്നും പറയാറുന്നില്ലേ രാവിലെ? ആ ടീച്ചർ അതിനെ വിളിച്ചിട്ട് മോളെ കരയണ്ടട്ടാ. അച്ഛൻ ആ ഇന്നത്തെ പണി കഴിഞ്ഞിട്ടേ ഇന്നത്തെ കൂലിയും കൂടിയും കിട്ടട്ടെ ആ. എന്നിട്ടേ ആ അച്ഛനാ കടയെ കൊണ്ടിട്ട് അയച്ചുതരാന്ന് പറയും. എവിടുന്ന്? അക്ഷയെന്ന് അയപ്പിക്കാം. ഞാൻ അക്ഷയയിൽ നിന്ന് അയപ്പിച്ചു തരണ്ട് കേട്ടാ. ഈ ക്ലാസ് നിന്ന് പുറത്തിറങ്ങിയിട്ടിരിക്കല്ലേ കേട്ടാ. ടീച്ചറോട് പറയ്, അച്ഛൻ പറഞ്ഞു പറയട്ടാ. അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കാം കേട്ടാ. ശരി ശരി ശരി, കരയണ്ട കരയണ്ട. ഭക്ഷണം കഴിച്ചില്ലേ? ആ ആ ആ ആ ഇങ്ങനെയൊക്കെ ഉണ്ട ടീച്ചർമാര് ഞാൻ കുട്ടികളെ ക്ലാസ്സിൽ രാവിലെ പുറത്താക്കല. വിളിച്ചതാ ടീച്ചറിനെ. ആ ടീച്ചറോട് ഞാൻ രാവിലെ പറഞ്ഞതാ, ഇന്നത്തെ കൂടെ കൂലി കിട്ടിയിട്ട് ഞങ്ങള് വൈകിട്ട് വിട്ടുതരാന്ന്. 1000 പറ്റൂല, 7000 അടക്കണം. എന്താണിത് ഇങ്ങനെ? വേണ്ടിയിരുന്നില്ല ഇങ്ങനെ മനുഷ്യന്മാരെ ഇടങ്ങറാക്കുക. ഈ ടീച്ചർമാർക്കൊക്കെ ഒരു അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരല്ലേ. ഇവർക്കൊരു സാധാരണക്കാരന്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവൂലേ? നിങ്ങളിപ്പോ ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഞാനേ ആ സേതാലിക്കുട്ടിനെ വിളിച്ചിട്ടേ ഇപ്പൊ തന്നെ ഒരു വേണം. 5000 വന്ന് പലിശക്കെങ്കിൽ പലിശക്ക് എന്റെ കുട്ടിയുടെ കണ്ണ് നിറഞ്ഞിട്ട് നിങ്ങളൊന്ന് വിളിച്ച ആരേനെ ആ സേതാലിക്കുട്ടിനെ വിളിച്ചിട്ട് പലിശക്കെങ്കിൽ പലിശക്ക് നമുക്ക് നോക്കട്ടെ, ചോദിച്ചു നോക്ക, അല്ല എന്താ ചെയ്യാ. എന്തായാലും ഈ പറമ്പ് മൊത്തം കളക്കാണ്ടെന്നല്ലേ പറഞ്ഞത്. ഒരു 3-4 ദിവസത്തെ പണി എന്തായാലും ഉണ്ട്. നമുക്ക് എന്തായാലും ഇപ്പൊ ഇനി റെസ്റ്റ് എടുക്കാണ്ടത് ചെയ്യാ, നോക്കട്ടെ, അല്ലാണ്ട് എന്താ. ഉണ്ടാക്കും. അങ്ങോട്ട് പോരാ, അവിടെ പോയിരിക്കും. ആടാ സൈതാലുട്ടിയെ, ഞാനാ ഗിരിയാണ്. ആ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ വിളിച്ചത്. എനിക്ക് ഒരു ഒരു 3000 ഉറുപ്യ തരാണ്ടാവോ? എടാ ഒരാഴ്ചത്തെ ഗ്യാപ്പിന് മതി. എങ്ങനെയെങ്കിലും എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇടയ്ക്ക് പണിയുണ്ട്, ഇവിടെ പണിയുണ്ട്, ഞാൻ പണി സ്ഥലത്താ ഉള്ളത്. പെട്ടെന്ന് മോൾക്ക് ഫീസ് കൊടുക്കണം. അപ്പൊ ഇന്നിപ്പോ ക്ലാസ്സിന്ന് ടീച്ചർ വിളിച്ചിട്ട് ചീത്ത അറിഞ്ഞിരിക്കണം. അപ്പൊ 2 ദിവസത്തിന്റെ ഉള്ളിൽ കൊടുക്കാന്ന് പറഞ്ഞാണ്. പക്ഷെ അതിപ്പോ ഇന്ന് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിക്കല്. ഒന്നും പറയണ്ട എങ്ങായി. അപ്പൊ എന്തേലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എനിക്ക്? എടാ ഞാൻ ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ എടുത്ത് തരണ്ട്. ഓ അത് ശരി. ആ എന്നാ എന്നാ വേണ്ടടാ. ഓക്കെ ശരി. ഓക്കെ എന്നാ ശരി ട്ടാ. ശരി. എന്താ പറഞ്ഞേ? മോന്റെ അടുത്തില്ല, മോനൊരു 100 പ്രാരാബ്ദം കണ്ടു പറയും. ഇല്ലാഞ്ഞിട്ടൊന്നും ആവില്ല. ഇതിപ്പോ നമുക്കിപ്പോ തല്ലി വാങ്ങാൻ പറ്റൂലല്ലോ, നിർബന്ധിച്ചു വാങ്ങാനൊന്നും പറ്റൂലല്ലോ. എന്താ ചെയ്യാ? ആരോടാന്ന് ചോദിക്കുക? ഈ 4 ദിവസത്തെ പൈസ ഒന്നിച്ച് തരാൻ പറ്റുമോന്ന് ഇയാളോട് ചോദിച്ചു നോക്കണം, അതിന്റെ ഓണറോട്. തരില്ല എന്നുള്ള 100% ഉറപ്പാണ്. പെങ്ങക്ക് വിളിക്കൂല. ഓളൊന്നേ ഒരു 5ന്റെ പൈസ സഹായിക്കില്ല. ഓൾക്ക് അങ്ങോട്ട് കിട്ടാള് മാത്രമേ നോക്കുള്ളൂ. നമ്മള് വിളിച്ചാൽ തന്നെ നാണക്കടാണ്. പൈസക്ക് വേണ്ടിട്ട് വിളിക്കാണ് ആങ്ങളെ പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്താ ചെയ്യാ? കുട്ടി ഇപ്പൊ അവിടെ ആകെ ഇടങ്ങറാവൂലേ? എന്താ ഇങ്ങനെ? കൂടെയുള്ള കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോണ്ട് ഇങ്ങോട്ട് പോണ്ട് എന്നൊക്കെ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കോട്ടെ, ഓളിപ്പോ അതിന് പോവാൻ നിക്കണ്ടല്ലോ. കുട്ടികള് പോയിക്കോട്ടെ, അവര് പോയിക്കോട്ടെ, അതിനെന്താ, മക്കെന്താ. ഞാൻ ഇപ്പൊ ഫീസ് ഒന്നും അടക്കണമെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാരും മുമ്പിൽ എന്റെ കുട്ടി നാണം കെടില്ല. നാണക്കെടാവും, കുട്ടിക്ക് ഭയങ്കര വിഷമാവൂലേ ഇപ്പൊ? ഇന്നൊരു കാര്യം ചെയ്യാം. ഇന്നിപ്പോ എന്തായാലും വൈകിട്ട് ഇനി പണി മാറ്റിയല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ പീഡർ അവിടെ പോയിട്ട് ആരെങ്കിലും ഉണ്ടാവാതിരിക്കില്ല, ആരോടെങ്കിലും ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. അപ്പൊ ആരോടെങ്കിലും ചോദിച്ചു നോക്കി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ
കൊടുക്കാം. 5 മണി കഴിയാതെ എന്തായാലും നടക്കില്ല. ഇനിയിപ്പോ ഇവിടെ നമ്മൾ അധികം നേരം ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല. പണി നടക്കുന്നോണ്ടിരിക്കല്ലേ. അപ്പൊ അതിലിടയ്ക്ക് ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല. എന്തായാലും ഈ കുട്ടീനെ ഒന്നും കൂടി വിളിച്ചിട്ടേ ആകെ കൂടി ഇടങ്ങറായി. ഇനിയിപ്പോ ഇവിടെ ഇറങ്ങണ വരെ മനസമാധാനം ഉണ്ടാ? നിങ്ങൾ എന്തായാലും ഒന്ന്, ഞാൻ എന്താ പറയൊരു ഈ ഒരു മനസ്സമാധാനം. കാര്യം ചെയ്യ്, ഈ കുട്ടീനെ ഒന്ന് വിളിച്ചിട്ട് കാര്യം ഒന്നും കൂടി പറയാം. ആ ടീച്ചറേനെയും വിളിക്ക്. ഇന്ന് വൈകിട്ട് എന്തായാലും തരാം. ഇന്ന് വൈകിട്ട് തന്നിട്ടില്ല വെച്ചാൽ നാളെ രാവിലെ കൊടുക്കാന്ന് പറയും. കാരണം ഇപ്പൊ നമ്മള് ഇവിടുന്ന് പണിയൊക്കെ മാറ്റി ചെല്ലുമ്പോഴത്തേനും മറ്റേ അക്ഷയ അടയ്ക്കാണെങ്കിലോ. നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കട്ടോ. നടന്നോഞ്ഞപ്പോ എടാ ടീച്ചറേനെ വിളിക്കാൻ മറക്കണ്ടാട്ടാ. കുട്ടിയോട് കാര്യം പറയട്ടാ. ആയിക്കോട്ടെ. അല്ലാതെ ഇനിയിപ്പോ നിന്ന് കഴിഞ്ഞാലേ നിങ്ങൾക്ക് വെള്ളം എന്തെങ്കിലും കൊണ്ടുവരണം. ഒന്നും കൊണ്ടുണ്ടോ ഒക്കെ ഇവിടെ കിട്ടും. ഞാൻ പോവാട്ടാ. ആ ശരി എന്നാ.